നിഫ്റ്റിയിൽ അത്യാവശ്യം എല്ലാവരും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ക്രാഷ് ഉണ്ടാവും എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങനത്തെ ന്യൂസ് കാണുന്നുണ്ട്. സോ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് എന്തൊക്കെ നെക്സ്റ്റ് ഡേയ്സിൽ കമ്മിങ് ഡേയ്സിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുക, മാർക്കറ്റിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് എന്താ ഈ ഒരു ലെവലിന് മേളിലേക്ക് വന്നെയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഹൈ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ഈവൻ ഈ ഒരു ഇംബാലൻസ് ക്യാൻഡലിനെ ഫില്ലാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് മേളിലേക്ക് വന്ന ക്യാൻഡിൽ ഞാൻ അത് ടെലിഗ്രാം ചാനലിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്കതൊരു കറക്റ്റ് ഒരു എക്സാക്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നില്ല, ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു രണ്ടെണ്ണവും വന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ഇന്ന് നമുക്ക് നല്ലൊരു ഫോൾ ഉണ്ടായി. ഇന്ന് മെയിൻ ആയിട്ട് വീണത് IT സ്റ്റോക്സ് ആണ്. സോ IT സ്റ്റോക്കിനൊന്ന് വാച്ച് ചെയ്യുക, എല്ലാം നല്ല ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സോ AI റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളാണ്. സോ അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇനി നിഫ്റ്റിനെ ഏത് ലെവലിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിന്ന് ഇന്നത്തെ ക്യാൻഡിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ക്യാൻഡിൽ ഇല്ല, പകരം അതൊരു ബൈയിങ് ക്യാൻഡിൽ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ഹൈയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അവിടെ നിഫ്റ്റിക്ക് ഉണ്ടാവും. വൺസ് നാളെയും നമുക്ക് നിഫ്റ്റി ഒരു ഫോളിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സോ ഈ ഒരു സപ്പോർട്ട് ലെവൽ അതൊരു ബ്രേക്ക് ചെയ്യും. സോ അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് അതിന്റെ താഴെ ക്ലോസിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫോൾ നമുക്ക് താഴേക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് വരാം. സോ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാൻഡിൽ ഫോർമേഷൻസ് വരുന്നത് അനുസരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി അതാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നത്. ദെൻ ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് അവിടെ നല്ല ക്യാൻഡിൽ ഫോർമേഷൻസ് വന്നാൽ മാത്രമായിരിക്കും വീണ്ടും ഈ ഒരു ഹൈയിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് വരുന്നത്. സോ വാച്ച് ചെയ്യുക. മാർക്കറ്റിൽ ഇപ്പോഴും ന്യൂസ് കാര്യങ്ങൾ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ കൃത്യമായിട്ടുള്ള ലെവൽസിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.